ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വാഴയ്ക്ക ബജ്ജി ഉണ്ടാക്കാം. ഒരു പടർന്നു കിടക്കുന്ന ഒരു പിഞ്ചുവാഴയുണ്ട്. ആ പിഞ്ചുവാഴയുടെ കൊലയൊക്കെ ഇങ്ങനെ പടർന്നു കിടക്കുകയാണ്. ഇതാണ് വാഴക്കൊല. അപ്പൊ ഇത് വെച്ചിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. വലിയ കായൊന്നുമല്ല, എങ്കിലും നമുക്ക് അത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വാഴയ്ക്ക ബജ്ജി ഉണ്ടാക്കി നോക്കാം. ഓക്കെ, കറയൊക്കെ ഉണ്ട്. കറയൊക്കെ മെത്തി വീഴാതെ ചെത്തി ചെത്തി എടുത്ത് ഇങ്ങോട്ട് വെച്ചേക്കാം. ഇഞ്ചി വാഴയ്ക്കാണ്, അധികം ഒന്നും മൂപ്പൊന്നും ആയിട്ടില്ല. 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് ഒരു കാറ്റും മഴയെല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മൂന്നൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ വിഷമൊന്നും ഇടാത്ത വാഴയായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. ആദ്യമേ തന്നെ നമുക്ക് മസാലകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു 2 സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു 2.5 സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കോൺഫ്ലവർ കൂട്ട് ഒരു സ്പൂൺ കൂടെ എടുത്തിട്ടുണ്ട്. 1.5 സ്പൂണ് എടുത്തിട്ടുണ്ട്. അത് മതിയായിരിക്കും. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് കാശ്മീരി ചില്ലി. വലിയ എരിവൊന്നും ആവശ്യമില്ല, ബജ്ജിയല്ലേ. അതൊരു 3/4 സ്പൂണ് ഇതിന് കണക്കാക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി. എല്ലാം ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ അത് കട്ടിയായി കിടക്കുന്നതായിരിക്കുക. വെള്ളമൊക്കെ ആവശ്യത്തിന് നോക്കി ഒഴിച്ചാൽ മതി. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ബജ്ജി അതിലോട്ട് പിടിക്കില്ല. ശരിക്കും നല്ല പേസ്റ്റ് പരുവ് ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിക്കുക. അല്ലെങ്കിൽ പിന്നെയും നമ്മളും കടലമാവൊക്കെ ഇട്ടിട്ട് ചെയ്യേണ്ട വരും. ഇപ്പം നമ്മൾ അതൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നല്ല തിക്നെസ് ഒക്കെയാണ്. ഇതാണ് കറക്റ്റ് തിക്നെസ്. നമ്മൾ ഇതൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കാം.
പൊരിക്കാനുള്ള ബജ്ജി ഉണ്ടാക്കാനുള്ള കാര്യം നോക്കാം. വലിയ തീയൊന്നും ആവശ്യമില്ല, ചെറിയൊരു തീയുടെ ആവശ്യമുള്ളൂ. പിന്നെ ഇരിക്കട്ടെ, തീ പിടിച്ച് കിട്ടാൻ ഇച്ചിരി സമയം എടുക്കും. മഴക്കാലമാണ്, മഴക്കാലത്ത് തീ പിടിക്കല് പുറത്തൊക്കെ തീ പിടിപ്പിക്കുന്നവർക്കറിയാം, ഇച്ചിരി ബുദ്ധിമുട്ടാണ് തീ പിടിക്കൽ. എണ്ണ ഒഴിച്ചിട്ട് എണ്ണയൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായിക്കോട്ടെ. ഇതെല്ലാം വെള്ളമെല്ലാം തോർത്ത് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മസാലയൊക്കെ ഏകദേശം റെഡിയാക്കി, മസാലയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതാ വാഴയ്ക്ക ഓരോന്നെടുക്കുക. നല്ല പോലെ അതിലൊന്ന് മുക്കി നല്ലപോലെ എടുക്കുക, ഇതിനകത്തോട്ടിട്ടേക്കുക. അതുപോലെ തന്നെ എല്ലാം ചെയ്യുക. നല്ലപോലെ എല്ലാ ഭാഗത്തും മസാല പറ്റിയെന്ന് ഒന്ന് ഉറപ്പായാൽ മാത്രം മതി. ചെറിയൊരു ചീഞ്ചട്ടിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഒരു 5 എണ്ണത്തിൽ കൂടുതലൊന്നും പൊരിക്കാൻ പറ്റില്ല ഒരേ സമയം. ഇച്ചിരി കട്ടി കുറച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കട്ടി കുറച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ചെറിയ തീയിൽ പെട്ടെന്ന് വെന്തും കിട്ടും. തീ ഇച്ചിരി കൂടുതലുണ്ട്, ഇച്ചിരി കരിയുന്ന പോലെയൊക്കെ ആകുന്നുണ്ട്. തീ ഇച്ചിരി കുറച്ച് വെക്കാം. എന്തായാലും നമുക്കിത് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒക്കെ. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. വാഴയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്, മസാലയൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പിഞ്ചു വാഴയ്ക്ക വെച്ചിട്ടുണ്ടാക്കി നോക്കുന്നത്. സാറിന് മൂത്ത വാഴയ്ക്ക വെച്ചിട്ടാണ് ബജ്ജി ഉണ്ടാക്കുന്നത്. ഒരു ബജ്ജി വാഴയ്ക്ക എന്ന് പറഞ്ഞിട്ടൊന്നും വരുന്നുണ്ട്. അപ്പൊ ഇത് എന്തായാലും കുഴപ്പമില്ല, എന്തായാലും വേസ്റ്റായി പോകുന്ന സാധനമാണ്, അതുകൊണ്ട് ഉണ്ടാക്കി നോക്കിയതാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. വയനാടൻ കിച്ചൻ മിക്സ് സ്പെഷ്യൽ ഒക്കെ എവിടെ പിടി.